താരസംഘടനയായ അമ്മയിൽ രൂക്ഷമായ തർക്കം. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ചു. ജനറൽ ബോഡി യോഗത്തിനിടെ സ്റ്റേജിൽ കയറിയാണ് രാജി പ്രഖ്യാപിച്ചത്. ശ്വേതയെ മറ്റംഗങ്ങൾ അനുനയിപ്പിച്ചു. വിഷയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ടെന്നും ശ്വേത പറഞ്ഞു. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, അങ്ങേറ്റം നാടകീയമായ രംഗങ്ങളാണ് അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് പ്രതീക്ഷിതമാണ്. കാരണം അങ്ങേയറ്റം ചൂടുപിടിച്ച കത്തിപ്പടർന്ന വിവാദങ്ങൾക്ക് പിന്നാലെ ചേർന്ന ജനറൽ ബോഡി യോഗം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ വനിതാ പ്രസിഡന്റ് രാജ്യപ്രഖ്യാപനം നടത്തേണ്ടി വന്ന നിലയിലേക്ക് പോയ വാക്കുതർക്കം എന്തിന്റെ പേരിലായിരുന്നു? ഇപ്പോൾ എന്താണ് അതിനകത്ത് നടക്കുന്നത്? ആദ്യമേ തന്നെ വാർഷിക റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് അമ്മയിൽ ഉടലെടുത്തത്. ഇന്ന് ജനറൽ ബോഡി തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം അജണ്ടയ്ക്ക് ശേഷം ആദ്യം അവതരിപ്പിക്കേണ്ടത് വാർഷിക റിപ്പോർട്ടാണ്. ആ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച് പൂർത്തിയാക്കാനുള്ള അവസരം വനിതാ നേതൃത്വത്തിന് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അതായത് ജനറൽ ബോഡി തുടങ്ങുന്നതിന് 21 ദിവസം മുൻപ് കൃത്യമായി ഈ വാർഷിക റിപ്പോർട്ട് എല്ലാ അംഗങ്ങളുടെയും കയ്യിൽ എത്തിയിരിക്കണമെന്നാണ് അമ്മയുടെ ബൈലോ. പക്ഷേ ആ ബൈലോ അനുസരിക്കാൻ വനിതാ നേതൃത്വത്തിന് സാധിച്ചില്ല. അതിൽ വനിതാ നേതൃത്വം അമ്പയെ പരാജയപ്പെട്ടു. തുടർന്ന് ഇങ്ങോട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ഏകദേശം എല്ലാവരുടെ കൈകളിലേക്കും ഈ റിപ്പോർട്ട് എത്തിക്കാൻ വനിതാ നേതൃത്വത്തിന് സാധിച്ചു. പക്ഷേ അപ്പോഴും സമയം നന്നേ കുറവാണ്. ഇന്ന് രാവിലെ ഇതാ ജനറൽ ബോഡി തുടങ്ങുന്നു. ആ ജനറൽ ബോഡിയിൽ ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടി വരുന്നു. ആ വാർഷിക റിപ്പോർട്ടിൽ അംഗങ്ങൾ ഓരോരുത്തരും സംശയം പ്രകടിപ്പിക്കുന്നു. വരവ് ചെലവ് കണക്കുകളിൽ വ്യക്തത കുറവുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നു. സാമ്പത്തിക ക്രമക്കേട് നടന്നതായി പറയുന്നു. ചെലവിനേക്കാളേറെ വരവ് ഉണ്ടായിരുന്നതായി പലരും സംശയം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിലും ഇതിനു മുൻപുണ്ടായിരുന്ന അൻസിബ ഉന്നയിച്ച അതേ വിഷയം, ഇതിനു മുൻപ് മതേതര സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതുമായി, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകളിൽ വ്യക്തമായ കണക്കില്ല, അല്ലെങ്കിൽ വ്യക്തമായ വിവരങ്ങളൊന്നും ഈ വരവ് ചെലവ് കണക്കുകൾ അടക്കമൊന്നും ഈ പൊതുയോഗത്തിന് മുമ്പുള്ള വാർഷിക റിപ്പോർട്ടിൽ സമർപ്പിക്കാൻ വനിതാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തുടർന്ന് 45 ദിവസം എനിക്ക് തരൂ. ഞാൻ ആദ്യമായി ചേർന്ന വനിതാ നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്നയാളാണ്. 45 ദിവസം എനിക്ക് തരൂ. 45 ദിവസത്തിന് ശേഷം കൃത്യമായ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് ശ്വേതാ മേനോൻ അറിയിച്ചെങ്കിലും അതിന് സഹകരിക്കാതെ ആ റിപ്പോർട്ട് അങ്ങനെ പോരാ, ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം, അല്ലെങ്കിൽ കൃത്യമായ കണക്ക് നേതൃത്വം പറയണമെന്നുള്ള പിടിവാശിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന ശ്വേതാ മേനോൻ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വേണം അമ്മയ്ക്കുള്ളിലെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി. പക്ഷേ അതിന് പോലും സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ വേദിയിൽ നിന്നും ഇറങ്ങുകയാണ്. ഐ ആം ഒഫീഷ്യലി റിസൈനിങ് ഫ്രം ദിസ് പോസ്റ്റ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് ബാബുരാജ് അടക്കമുള്ളവർ തിരികെ എത്തി ശ്വേതാ മേനോനെ അനുനയിപ്പിച്ച സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ അമ്മ വേദിയിൽ അൻസിബ സംസാരിക്കുകയാണ്. പ്രധാനമായും അൻസിബ മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള അതേ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇതിനു മുൻപുണ്ടായ മെമ്മറി കാർഡ് വിഷയം. ആ മെമ്മറി കാർഡ് വിഷയം ഉയർന്നു വന്നപ്പോൾ പരാതി പറഞ്ഞവരെ, പൊന്നമ്മ ബാബു അടക്കമുള്ളവരെ ഈ നേതൃത്വ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കണമെന്നുള്ള തീരുമാനമെടുത്ത കമ്മിറ്റിയാണിത്. ആ കമ്മിറ്റിയിൽ താൻ എങ്ങനെ വിശ്വസിച്ച് പരാതി പറയണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് തന്നെയാണ് അൻസിബ ചോദിച്ചത്. ഈ കമ്മിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വന്നത്. സംഘടനയ്ക്ക് പുറത്ത് കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വിശദീകരിക്കേണ്ടി വന്നതിന്റെ കാര്യകാരണ സഹിതം ഇപ്പോൾ ഈ അമ്മ സംഘടനയുടെ വേദിയിൽ നിന്നുകൊണ്ട് അൻസിബ സംസാരിക്കുകയായിരുന്നു. തൊട്ടു മുൻപാണ് അൻസിബ ഈ വിഷയങ്ങളെല്ലാം തന്നെ വേദിയിൽ സംസാരിച്ചത്. പക്ഷേ അതിലൊന്നുമല്ല ഈ കാരണങ്ങൾ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സമയം പോലും ആയിട്ടില്ല. കാരണം ആദ്യം വേണ്ടത് അജണ്ട അംഗീകരിച്ച് ഈ അജണ്ടയ്ക്ക് തൊട്ട് പിന്നാലെയുള്ള വാർഷിക റിപ്പോർട്ട് പാസ്സാക്കുക എന്നുള്ളതാണ്. പക്ഷെ കൃത്യമായ കണക്കുകളില്ലാതെ വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ഇടവേള ബാബുവും രഞ്ജി പണിക്കർ അടക്കമുള്ള ഒരു വിഭാഗം.
പക്ഷേ അങ്ങനെയല്ല, എനിക്ക് കുറച്ചുകൂടി സമയം തന്നാൽ അത് സാധിച്ചു തരാമെന്ന് ശ്വേതാ മേനോൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അതിന് ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു അനുനയ നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഉടക്കി ഇറങ്ങിപ്പോയാൽ പിന്നെ അതിന് എവിടെയാണ് നേതൃത്വം, എങ്ങനെയാണ് ഈ നേതൃത്വം മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്.